Welcome you all to fifth module of Fluid Mechanics and Hydraulics. നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ ഓപ്പൺ ചാനൽ ഫ്ലോയുടെ യൂണിഫോം ഫ്ലോ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു. അതുപോലെ ഈ മൊഡ്യൂളിൽ നമ്മൾ നോൺ യൂണിഫോം ഫ്ലോ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോൺ യൂണിഫോം ഫ്ലോ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, ലൈക്ക് ഗ്രാജുവലി വേരിയഡ് ഫ്ലോ ആൻഡ് റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോ. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുന്നേ ഫസ്റ്റ് വി വിൽ സീ വാട്ട് ഈസ് സ്പെസിഫിക് എനർജി. അപ്പം ഇതിനെ ബേസ് ചെയ്ത് നോക്കാൻ വേണ്ടി ലെറ്റ് us see what is the syllabus of fifth module. അപ്പോൾ ഫിഫ്ത്ത് മൊഡ്യൂളിൽ നമുക്ക് ബേസിക്കലി 3 പോർഷൻസ് ആയിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പം ഏറ്റവും ആദ്യത്തെ പോർഷനിൽ നമുക്ക് പറയാനുള്ളത് സ്പെസിഫിക് എനർജിനെ കുറിച്ചാണ്. രണ്ടാമത്തെ പോർഷനിൽ നമ്മൾ കൂടുതലായിട്ട് ഗ്രാജുവലി വേരിയഡ് ഫ്ലോനെ ഡിസ്കസ് ചെയ്യും. ആൻഡ് മൂന്നാമത്തെ പോർഷനിൽ നമ്മൾ റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോ എന്താണെന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ്ലി സ്പെസിഫിക് എനർജിനെ കുറിച്ചായിരിക്കും നോക്കുന്നത്. അപ്പോൾ സ്പെസിഫിക് എനർജി കോൺസെപ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ സ്പെസിഫിക് എനർജി പോർഷൻ ഞാൻ 3 വീഡിയോസ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ടോട്ടൽ എനർജി എന്ന് ഡിസ്കസ് ചെയ്യും, സ്പെസിഫിക് എനർജി ഡിസ്കസ് ചെയ്യും, സ്പെസിഫിക് എനർജി കർവ് ഡിറൈവ് ചെയ്യും, സ്പെസിഫിക് എനർജി കർവ് ഡെവലപ്പ് ചെയ്യും, ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷൻസ് ഡിറൈവ് ചെയ്യും, ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷൻസ് ബേസ്ഡ് ഓൺ ഡിസ്ചാർജ് ആസ് കോൺസ്റ്റന്റ് ആൻഡ് ഡിസ്ചാർജ് ആസ് വേരിയബിൾ നമ്മൾ ആ കണ്ടീഷൻ നോക്കും. അതിനുശേഷം ഫ്രൂട്ട്സ് നമ്പർ വെച്ചിട്ട് നമ്മൾ ക്രിട്ടിക്കൽ ഫ്ലോ, സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആൻഡ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ക്ലാസിഫൈ ചെയ്യും. അതിനുശേഷം നമ്മൾ വാട്ട് ഈസ് ക്രിട്ടിക്കൽ ഡെപ്ത് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നോക്കും, ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നോക്കും, സ്പെസിഫിക് എനർജി മിനിമം സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ നോക്കും, പിന്നെ സെക്ഷൻ ഫാക്ടറിന്റെ ഇക്വേഷൻ നോക്കും. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്ചാർജ് ഡയഗ്രാം നോക്കും. അപ്പോൾ ഈ ഇത്രയും പോർഷൻസ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും, റിമൈനിങ് ഈ പോർഷൻസ് നമ്മൾ സെക്കൻഡ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും, ആൻഡ് തേർഡ് വീഡിയോയിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് ഡിസ്കസ് ചെയ്യും. Okay, so first we will start with what is total energy. But total energy പറയാൻ വേണ്ടിയിട്ട് suppose let us take this channel like this whose datum is at some point below. Let this be the datum, okay, and let this be the channel bed. ഇതാണ് the channel bed and it has water up to a depth of y and it flows with a velocity v. So it has a kinetic head. Let this be the kinetic head v square by 2g. Okay, അപ്പോൾ ഡാറ്റത്തിൽ നിന്ന് ചാനൽ ബോട്ടം വരെയുള്ള ഡിസ്റ്റൻസ് പൊട്ടൻഷ്യൽ ഹെഡ് അതിനെ ഞാൻ z എന്നും റെപ്രസെന്റ് ചെയ്തു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇപ്പോൾ തന്നിരിക്കുന്ന ഫസ്റ്റ് കേസ് ഓഫ് ചാനലിൽ ഉള്ളത്. അങ്ങനെയാണ് ടോട്ടൽ എനർജി, വാട്ട് വിൽ ബി ദ ടോട്ടൽ എനർജി? ടോട്ടൽ എനർജി H will be equal to ടോട്ടൽ എനർജി റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെറ്റർ ആണ് H will be equal to പൊട്ടൻഷ്യൽ എനർജി ഓർ ഡാറ്റം ഹെഡ് that is equal to Z plus flow depth or pressure head that is Y plus kinetic head or kinetic energy that is V square by 2g. ഇതാണ് total energy. Now suppose if this datum coincides with this channel bottom as seen in the second figure. Datum coincides with the channel bottom. Let this be the datum. അപ്പോൾ ഇതാണ് ഡാറ്റം എങ്കിൽ what will be the value of Z? Z എന്താവും? ഇവിടെ 0 ആവും. റിമൈനിങ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? ഇത് Y ആണ്. Okay, and it flows with the velocity v. So kinetic head ഉണ്ടാവും v square by 2g അല്ലേ? അപ്പം ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ what will be the total energy? Total energy എന്തായിരിക്കും? y plus v square by 2g ആയിരിക്കും because z is 0. ഈ summation of flow depth and kinetic headനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Specific energy represented by the letter E. So specific energy is with respect to the channel bottom as data, the sum of flow depth and kinetic head is known as specific energy. അപ്പോൾ ഇതാണ് specific energy. So specific energy is a energy head related to the channel bottom expressed in terms of flow depth and velocity head. So E is equal to y plus v square by 2g. Let this be equation 1. Equation നന്നായിട്ട് thorough ആയിട്ട് മനസ്സിലുണ്ടായിരിക്കണം. ഇനി again I can represent this letter as this equation as E is equal to EP plus EK, right? കാരണം എന്താ? What is EP? EP is the potential energy, so that is equal to potential energy is equal to y. EK is kinetic energy, that is equal to v square by 2g. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷനായി. ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? ഈക്വൽ ടു y പ്ലസ് വി സ്ക്വയർ ബൈ 2g. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് kinetic energy. Now again
I'm rewriting. We know that as per continuity equation, Q is equal to AB or V is equal to Q by A. ഇതെന്ത് ചെയ്യാൻ പോവാണ്? V is equal to Q by A equation 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. So E is equal to Y plus Q square. V is equal to Q by A and V square will be equal to Q square by A square. So Q square by 2G A square. Let this be equation 3. Okay. Again, suppose for a rectangular channel, if we take out a rectangular channel, നമ്മൾ എല്ലാ കേസും ഇവിടെ സ്പെസിഫിക് എനർജിയുടെ എല്ലാ ഡീറ്റെയിൽസും പറയാം ഒരു റെക്ടാങ്കുലർ ചാനലിനെ വെച്ചിട്ടാണ്. സപ്പോസ് ഇഫ് ഐ ഹാവ് എ റെക്ടാങ്കുലർ ചാനൽ ലൈക്ക് ദിസ് whose width is B and y depth of flow തന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഈ റെക്ടാങ്കുലർ ചാനലിന്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ വിൽ ബി ഈക്വൽ ടു ബി വൈ ആയിരിക്കും അല്ലേ? അപ്പം ഇത് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് ഞാൻ വീണ്ടും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വെലോസിറ്റിയുടെ ഇക്വേഷൻ ശരിക്കും എന്തായി മാറും? Q ഈക്വൽ ടു V ഈക്വൽ ടു Q ബൈ ബി വൈ എന്ന് വരും അല്ലേ? അപ്പം ഈ ഒരു Q ബൈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ആണ് അല്ലേ? ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് യൂണിറ്റ് ഡിസ്ചാർജ് ആയിട്ടാണ്. നൊട്ടേഷൻ Q where Q is യൂണിറ്റ് ഡിസ്ചാർജ്. അപ്പോൾ നമ്മളിവിടെ സ്പെസിഫിക് എനർജിയുടെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നത് ഒരു റെക്ടാങ്കുലർ ചാനൽ വെച്ചിട്ടാണ്. റെക്ടാങ്കുലർ ചാനൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ എപ്പോഴും റെക്ടാങ്കുലർ ചാനൽ വെച്ചിട്ട് വേണം ഇക്വേഷൻ സിംപ്ലിഫിക്കേഷനിൽ പോവേണ്ടത്. അല്ലാതിരിക്കണം സ്പെസിഫിക്കലി നമ്മൾ വേറെ ഏതെങ്കിലും ചാനൽ എടുക്കുക സ്പെഷ്യലി അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒട്ടുമിക്ക കേസിലും നമ്മൾ സ്പെസിഫിക് എനർജിയുടെ എല്ലാ ഇക്വേഷൻ ഡെറിവേഷനിലും നമ്മൾ റെക്ടാങ്കുലർ ചാനൽ എടുക്കുക. അപ്പോൾ റെക്ടാങ്കുലർ ചാനലിന്റെ ഏരിയ ബി വൈ ആണ്. അപ്പോൾ വെലോസിറ്റിനെ നമുക്ക് ക്യൂ ബൈ ബി വൈ എന്ന് എഴുതാം. അപ്പോൾ ഈ ക്യൂ ബൈ ബി എന്ന് പറഞ്ഞ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ആണ്. അതിനെ നമ്മൾ എന്ത് പറയും? യൂണിറ്റ് ഡിസ്ചാർജ് ഗിവൺ ബൈ ദ നൊട്ടേഷൻ Q, small q. അപ്പോൾ നമുക്ക് ഇതിനെ ഈ വെലോസിറ്റിനെ എന്തായിട്ട് എഴുതാം? ശരിക്കും Q by Y എന്ന് എഴുതാം. അപ്പോൾ V സ്ക്വയറിനെ ശരിക്കും Q സ്ക്വയർ ബൈ Y സ്ക്വയർ എന്ന് എഴുതാം. അപ്പം ആ ഇക്വേഷനും കൂടി നമ്മൾ ഇവിടെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ E ഈക്വൽ ടു Y പ്ലസ് നമുക്ക് ശരിക്കും അറിയാം Q സ്ക്വയർ ബൈ 2G A സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? B സ്ക്വയർ Y സ്ക്വയർ. അതിൽ Q ബൈ B എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ q ആണ്. സോ Q സ്ക്വയർ ബൈ B സ്ക്വയർ എന്ന് പറയുന്നത് സ്മോൾ q സ്ക്വയർ എന്നാവും. സോ ദിസ് ഇൻഡിക്കേറ്റ്സ് E is equal to Y plus Q square by 2G Y square. Let this be equation 4. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ E equal to Y plus V square by 2G കിട്ടി. സെക്കൻഡ് ഇക്വേഷൻ summation of potential energy and kinetic energy കിട്ടി. നെക്സ്റ്റ് ഇക്വേഷൻ എന്താണ്? Y plus Q square by 2G A square കിട്ടി. ഏറ്റവും എൻഡിൽ നമുക്ക് എന്ത് കിട്ടി? E equal to Y plus Q square by 2G Y square കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ ഒക്കെ നല്ല രീതിയിൽ തറവായിരിക്കണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സപ്പോസ് ലെറ്റ് us see some more details, then we will move to specific energy curve. അപ്പോൾ നമുക്ക് അതിന്റെ ബേസിക് ഇക്വേഷൻ ഒന്ന് ആദ്യം എടുക്കാം. നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്തായിരുന്നു? E is equal to Y plus V square by 2G. അപ്പോൾ E എന്താണ്? സ്പെസിഫിക് എനർജി, Y ഫ്ലോ ഡെപ്ത്, V വെലോസിറ്റി അല്ലേ? ഇനി സപ്പോസ് I keep this value E as a constant value. ഈ കോൺസ്റ്റന്റ് വാല്യൂ ആക്കി മാറ്റുവാണെങ്കിൽ then if y increases what happens to V? V എന്തായാലും ഈ കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? We should decrease, right? Similarly, if y decreases we should increase. Okay, അപ്പം y കൂടുവാണെങ്കിൽ എന്താ സംഭവിക്കുക? വെലോസിറ്റി കുറയും. y കുറയുവാണെങ്കിൽ വെലോസിറ്റി കൂടും. So in a channel, if we take up a channel, velocity കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെയുള്ള ഫ്ലോ ഡെപ്ത് കൂടുതലായിരിക്കും. നേരെ മറിച്ച് വേറൊരു ചാനൽ എടുക്കുവാണ്, അവിടെ വെലോസിറ്റി കൂടുതലാണെങ്കിൽ ഫ്ലോ ഡെപ്ത് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് ചാനൽ തന്നിട്ട് രണ്ട് ചാനലിന്റെ ഫ്ലോ ഡെപ്ത് തന്നിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ സിറ്റുവേഷനിൽ ഫ്ലോ ചെയ്യുന്ന ചാനലാണ് കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫ്ലോ ഡെപ്ത് കുറവും ഇവിടെ ഫ്ലോ ഡെപ്ത് കൂടുതലാണ്. ഏതിനാണ് വെലോസിറ്റി അധികം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും ഇതിനാണ് വെലോസിറ്റി കൂടുതൽ. Okay, so if the energy is kept as constant, then whenever flow depth increases, automatically velocity has to decrease. Okay, ഇനി നമ്മളിവിടെ സ്പെസിഫിക് എനർജി കേർവ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. സോ ലെറ്റ് us see how to develop a specific energy curve. അപ്പോൾ സ്പെസിഫിക് എനർജി കേർവ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് us take
x-axis as E, specific energy, and y-axis as y, flow depth. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അറിയാം E is equal to y plus v square by 2g ആണ്. Suppose ഈ v 0 ആണ്, velocity 0 ആണെങ്കിൽ what will become for the specific energy? E will be equal to y. അപ്പം y എത്രയാണോ അതിന് കറസ്പോണ്ടിംഗ്ലി ആയിരിക്കും E. അപ്പോൾ അങ്ങനെ ഒരു കേർവ് വരയ്ക്കുകയാണെങ്കിൽ that will be E equal to y എന്ന് പറയുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. So this straight line represent E equal to y. Okay, similarly അപ്പോൾ E equal to y എന്ന് പറയുന്നത് ഇത് പൊട്ടൻഷ്യൽ എനർജിയാണ് EP equal to y. So EP is equal to y. Similarly നമ്മൾ ഇത് എടുക്കുകയാണെങ്കിൽ, അതായത് കൈനറ്റിക് ഹെഡ് മാത്രം എടുക്കുകയാണെങ്കിൽ E is equal to v square by 2g. അത് രണ്ടും മാത്രം എടുക്കുകയാണ്, കൈനറ്റിക് എനർജി മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് കിട്ടുക ഇങ്ങനെയാണ്. So this represent kinetic energy EK. This is equal to q square by 2g y square. എഴുതിക്കൂടെ? കാരണം v square നെ നമുക്ക് q square by y square എന്ന് എഴുതിക്കൂടെ? അപ്പം EK equal to q square by 2g y square. അപ്പോൾ ആ രീതിയിൽ നമുക്കിത് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് വരുന്നതാണ് എന്ത്? സ്പെസിഫിക് എനർജി. അപ്പോൾ സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ കേർവ് എങ്ങനെയാണ് ഈ ഗ്രാഫിൽ വരുന്നതെന്ന് നോക്കാം. So this is how it look like. So if x-axis represents specific energy E and y-axis represent flow depth y, then this straight line represent potential energy EP is equal to y, and this represent the kinetic head EK is equal to q square by 2g y square. Similarly, the equation E is equal to y plus v square by 2g represent ചെയ്യുന്ന curve ആണ് എന്ത്? ഇത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ y plus v square by 2g നെ represent for a particular discharge Q. ഒരു സ്പെസിഫിക് ഡിസ്ചാർജ് ക്യൂവിന് ഒരു ഡിസ്ചാർജ് നമ്മളിവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുവാണ്. ആ ഡിസ്ചാർജ്, ആ പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് ഡിസ്ചാർജിന് സ്പെസിഫിക് എനർജിയുടെ കേർവ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും ഓർക്കുക, എപ്പോഴും ഈ y E equal to y എന്ന ലൈനിന് താഴെയായിട്ടായിരിക്കും ഈ സ്പെസിഫിക് എനർജിയുടെ കേർവ് വരിക. E equal to y എന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ അറ്റ് 45 ഡിഗ്രി, ഈ 45 ഡിഗ്രിയിൽ വരുന്ന ഈ സ്ട്രെയിറ്റ് ലൈന് താഴെയായിരിക്കും നമ്മുടെ സ്പെസിഫിക് എനർജിയുടെ കേർവ്. ഈ ബ്ലൂ ഷെയ്ഡിലുള്ളതാണ് സ്പെസിഫിക് എനർജി കേർവ്. നാ സപ്പോസ് നമുക്കറിയാം, ഇവിടെ നോക്കിക്കോ, ഫോർ എ പെർട്ടിക്കുലർ ഡിസ്ചാർജ് ആണ് ഈ വാല്യൂ അല്ലേ. അപ്പൊ ഈ വാല്യൂ നമുക്ക് ഫ്ലോ ഡെപ്ത് കുറഞ്ഞൊരു വാല്യൂയിലോട്ട് വരുന്നു, വീണ്ടും കുറഞ്ഞു പോകുന്നു. അതേസമയം ഈ വാല്യൂ നോക്ക്, അത് കൂടുതലായിരുന്നു, ആദ്യം ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉണ്ടായിരുന്നു, പിന്നെ കുറഞ്ഞൊരു പോയിന്റിലേക്ക് എത്തും, പിന്നെ വീണ്ടും സ്പെസിഫിക് എനർജി കൂടി പോവാണ്. അപ്പം ഇതറിയാം, നമുക്ക് ഏതോ ഒരു പോയിന്റിൽ എത്തുമ്പോൾ സ്പെസിഫിക് എനർജി ഏറ്റവും മിനിമം ആവുന്നുണ്ട് അല്ലേ. ആ മിനിമം ആണ് നമ്മൾ അതിനെ മാർക്ക് ചെയ്യുന്നത് സ്പെസിഫിക് എനർജി മിനിമം. അപ്പൊ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഡെപ്തിനെ നമ്മൾ എന്ത് പറയും? ക്രിട്ടിക്കൽ ഡെപ്ത്. ഓക്കെ, അപ്പോൾ വി ഹാവ് ഈ മിനിമം എന്താണ്? മിനിമം സ്പെസിഫിക് എനർജി. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ഡെപ്തിനെ നമ്മൾ എന്ത് പറയും? ക്രിട്ടിക്കൽ ഡെപ്ത്. എന്താ പറയാ? ക്രിട്ടിക്കൽ ഡെപ്ത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് YC. Okay, YC is the depth corresponding to the minimum specific energy. Okay ആണല്ലോ. അപ്പോൾ നമുക്കത് ഇവിടെ ഒന്ന് നോക്കാം. ഗ്രാഫിൽ വീണ്ടും റെപ്രസെന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. Okay, so here we have this as E and this as E minimum. So obviously in y-axis this is y and this is YC, critical depth. Here this is EP is equal to y and this is EK is equal to q square by 2g y square, and this is the specific energy curve for a particular discharge Q, E equal to y plus v square by 2g. ഇനി ഇതിൽ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാൻ പോവുകയാണ്. We are going to draw a vertical line at some point. നമ്മൾ ഇവിടെ ഒരു vertical line വരയ്ക്കണം. So at this point, suppose I have a value for specific energy E. Okay, ഒരു particular specific energy E യിൽ നമ്മൾ ഒരു vertical line വരച്ചു. അപ്പോൾ throughout this value E will be constant. Throughout that line E will be
കോൺസ്റ്റന്റ് ആണല്ലോ. ഈ വെർട്ടിക്കൽ ലൈനിൽ എവിടെ എടുത്തു കഴിഞ്ഞാലും സെയിം ഈ വാല്യൂ ആയിരിക്കും. Now we are going to mark that two particular depth where which this line coincide. അപ്പോൾ നമുക്കിവിടെ രണ്ട് പോയിന്റ് ഉണ്ട്. ആ ഇ എന്ന വെർട്ടിക്കൽ ലൈനിലേക്ക് കോയിൻസൈഡ് ചെയ്യുന്ന രണ്ട് ഡെപ്ത് ഉണ്ട്. ഓക്കെ, രണ്ട് ഡെപ്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡെപ്ത് ഞാൻ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തൊന്ന് കാണിക്കുകയാണ്. സോ ലെറ്റ് ദിസ് ബി y1 ആൻഡ് ലെറ്റ് ദിസ് ബി y2. അപ്പോൾ നമുക്കവിടെ രണ്ട് ഡെപ്ത് ഉണ്ട്, y1 ആൻഡ് y2 ഫോർ ദ സെയിം സ്പെസിഫിക് എനർജി അല്ലേ. ആ ഒരൊറ്റ സ്പെസിഫിക് എനർജിയിൽ നമുക്ക് എന്താ കിട്ടുന്നത്, സെയിം ഡെപ്ത് കിട്ടുന്നുണ്ട് അല്ലേ, രണ്ട് ഡെപ്ത് കിട്ടുന്നുണ്ട്. ആ സെയിം സ്പെസിഫിക് എനർജിക്ക് നമുക്ക് രണ്ട് ഡെപ്ത് കിട്ടുന്നുണ്ട്. ആ രണ്ട് ഡെപ്തിനെ പറയുന്ന ടുഗദർ ഈസ് നോൺ ആസ് ഓൾട്ടർനേറ്റ് ഡെപ്ത്. For a particular specific energy, if you know what is y1, then find out the other depth. ആ other depthനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, alternate depth. അപ്പോൾ നമുക്ക് ഈയിൽ നമുക്ക് y1 അറിയാം, ഓട്ടോമാറ്റിക്കലി we can find out y2. അല്ലെങ്കിൽ ആ സ്പെസിഫിക് എനർജിയിൽ നമുക്ക് y2 അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, y1 കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ alternate depthന് നമുക്ക് എന്തായിരിക്കും ഉണ്ടാവുക, സെയിം സ്പെസിഫിക് എനർജി ആയിരിക്കും ഉണ്ടാവുക, സെയിം സ്പെസിഫിക് എനർജി ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ സെയിം സ്പെസിഫിക് എനർജി ഉള്ള രണ്ട് ഡെപ്തിനെ ഒന്നിച്ച് പറയുന്നതാണ് എന്ത്, alternate depths. Okay, so we have seen what is minimum specific energy, then we have seen what is critical depth, now we have seen what is alternate depth. Okay, ഇനി ഈ critical depthന് correspond ചെയ്ത് വരുന്ന velocityക്ക് പറയുന്ന പേരാണ് എന്ത്, critical velocity vc. So minimum specific എനർജിയിലുള്ള വെലോസിറ്റിനെ നമ്മൾ എന്ത് പറയും, വി സി. മിനിമം സ്പെസിഫിക് എനർജിയിലുള്ള ഡെപ്തിനെ നമ്മൾ വൈ സി എന്ന് പറയും. ക്രിട്ടിക്കൽ ഡെപ്ത് ആൻഡ് ക്രിട്ടിക്കൽ വെലോസിറ്റി. ഒരു സെയിം സ്പെസിഫിക് എനർജി ഉള്ള രണ്ട് ഡെപ്തിനെ നമ്മൾ എന്ത് പറയും, ഓൾട്ടർനേറ്റ് ഡെപ്ത് ഫോർ സെയിം സ്പെസിഫിക് എനർജി. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് തറവായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു for a particular e value we have two alternate depths y1 and y2 എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ suppose if you develop that equation for that same specific energy, നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് y1 plus v1 square by 2g അല്ലേ. അതേ സ്പെസിഫിക് എനർജിയിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ടാവും, y2 plus v2 square by 2g അല്ലേ. ആ സെയിം സ്പെസിഫിക് എനർജിയിൽ y1 അതിന് corresponding ഉള്ള വെലോസിറ്റി v1 square by 2g and y2 plus v2 square by 2g. Now suppose ഇവിടെ y1 ഞാൻ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഏറ്റവും കുറവ് വാല്യൂ ആണ് അല്ലേ, y is a lower value. Okay, so here y is a lower value, so automatically what happens, v is a larger value, right? v എന്തായാലും correspondingly ഇതെന്തായിരിക്കും, larger value ആയിരിക്കും. അടുത്തതിൽ y2 larger value ആണ്, y2 larger value ആണ്. അപ്പോൾ എന്തായിരിക്കണം, ഈ പോയിന്റിലുള്ള വെലോസിറ്റി ഈ v1 വെലോസിറ്റിനെക്കാട്ടി എന്തായിരിക്കും, കുറവായിരിക്കും. Okay, so whenever y1 is greater than y2, y1 is greater than, sorry, here as per figure y2 is greater than y1, then this implies v2 is less than v1. v2 is less than v1. അപ്പോൾ തിരിച്ചും അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ ഒരേ സ്പെസിഫിക് എനർജിയിൽ ഏതാണോ ലാർജർ ഡെപ്ത് അതിന് കറസ്പോണ്ടിങ് ഉള്ള വെലോസിറ്റി എന്തായിരിക്കും, സ്മോളർ വെലോസിറ്റി ആയിരിക്കും. സോ ഇഫ് y2 is greater than y1, this indicates v2 is less than v1. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ സ്പെസിഫിക് എനർജി ഫ്ലോ കർവ് യൂസ് ചെയ്ത് ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ, what do you mean by critical flow? Critical flow is the point at which we have minimum specific energy. Okay, critical depth ഉള്ള ഫ്ലോവിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്, and the velocity will be equal to critical velocity vc. Okay, അപ്പോൾ ആ ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷൻ എന്താണ്, മിനിമം സ്പെസിഫിക് എനർജി. ഒരു കോൺസ്റ്റന്റ് ഫ്ലോവിന്റെ കേസിൽ ഒരു മിനിമം സ്പെസിഫിക് എനർജി കിട്ടുന്നത് എപ്പോഴാണ്, or what is the condition behind it, അതൊന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. So for deriving, so for deriving the condition for critical flow, first we are assuming here the discharge as a constant variable. Okay, discharge constant variable ആണെന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നു, varying variable അല്ല, constant ആണ്. So discharge is assumed as constant. Okay, then let us take a rectangular channel whose width is b, then top width is marked as t and depth of flow is marked as y.
അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബിക്കം v equal to y plus q square by 2g y square. q square by 2g y square b square. Sorry. നമുക്ക് ഇതിനെക്കാട്ടി നല്ലത് this is equal to y plus q square by 2g a square. Let this be equation 1. Okay. ഇനി for critical flow നമ്മൾ പറഞ്ഞു നമ്മുടെ സ്പെസിഫിക് എനർജി കർവിൽ എവിടെയാണോ മിനിമം സ്പെസിഫിക് എനർജി വരുന്നത് അതാണ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറഞ്ഞത്. അതിന് corresponding ഡെപ്ത് എന്തായിരിക്കും മിനിമം ആയിരിക്കും. സോ വിത്ത് റെസ്പെക്ട് ടു y the specific energy should be minimum. So to get the minimum specific energy കിട്ടണമെങ്കിൽ the first derivative of specific energy with respect to y should be equal to 0. Derivative of E with respect to y should be equal to 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷന് ഒന്ന് ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഡെറിവേറ്റീവ് ഓഫ് E with respect to y, this will be equal to derivative of y plus q square by 2g a square equal to 0. So what is derivative of y? Derivative of y is 1, right? Derivative of y is 1. So this is equal to 1 plus q square by 2g is constant. So let me take it as outside. What is derivative of a raised to minus 2? Derivative of a raised to minus 2. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്തെടുക്കാം minus 2 into derivative of minus 2 minus 1 is minus 3 into derivative of a with respect to y. Okay, so this will be equal to minus 2 by a cube into derivative of a with respect to y. Now suppose if I take what is area in this rectangular channel, radius is equal to by ആണല്ലേ. അപ്പോൾ derivative of a with respect to y, derivative of by with respect to y is equal to b, right? So for simplification, നമുക്ക് derivative of by with respect to y b ആണ് കിട്ടിയെങ്കിലും for simplifying this equation, I will substitute instead of b as t. കാരണം rectangular channelന് b യും t യും എന്താണ് സെയിം ആണ് അല്ലേ. അപ്പോൾ ഈ ബിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും, ഡി എ ബൈ ഡി വൈക്ക് പകരം എന്ത് കൊടുക്കും, ടി എന്ന് കൊടുക്കും. ബിക്കോസ് ഡി എ ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു ടി. അപ്പോൾ അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുവാണെങ്കിൽ ദിസ് വിൽ ബിക്കംസ്, നമുക്കിവിടെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ഡിലീറ്റ് ചെയ്യാം, 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. സോ ദിസ് വിൽ ബിക്കം 1 മൈനസ് ക്യൂ സ്ക്വയർ ബൈ ജി എ ക്യൂബ് ഇൻറ്റു ഡി എ ബൈ ഡി വൈക്ക് പകരം എന്ത് കൊടുക്കും, ടി. സോ ദിസ് വിൽ ബിക്കം, ദിസ് ഈസ് ഈക്വൽ ടു 0. Okay, കാരണം derivative of e with respect to y equal to 0. So this implies q square t by g a cube equal to 1. ഇതാണ് first condition for critical flow. നമ്മൾ ഇതേ equation നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇനി we have here taken this equation using q as a constant. നമ്മൾ ഇതേ equation keeping q as a variable എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. So maximum discharge condition keeping discharge as variable. അപ്പോൾ discharge variable ആണെങ്കിൽ if you develop the specific energy diagram, ഇയും വൈയും വെച്ച് specific energy diagram വരയ്ക്കുകയാണെങ്കിൽ for each different value of q, നിങ്ങൾക്ക് suppose this is q4, this is q3, this is q2, ഇങ്ങനെ ഓരോ equation കിട്ടും. where q4 is greater than q2, this is greater than q2. okay, അങ്ങനെ ആ രീതിയിൽ നമുക്ക് different specific energy curve കിട്ടും. അപ്പോൾ ഇങ്ങനെ discharge variable ആവുമ്പോൾ what will be the condition for critical flow, or what will be the condition for maximum discharge? എന്തായിരിക്കും maximum discharge condition? അതൊന്ന് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഇതേ ഇക്വേഷൻ തന്നെ E equal to y plus v square by 2g, ഇതിനെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു y plus q square by 2g a square. ഇതിൽ നിന്ന് നമുക്ക് q വേരിയബിൾ ആയതുകൊണ്ട് q ടേംസിലാണ് ഇക്വേഷൻ എടുക്കുന്നത്. സോ q square is equal to e minus y into 2g a square, or q is equal to a into root of 2g into e minus y. So maximum discharge കിട്ടണമെങ്കിൽ with respect to y, maximum discharge കിട്ടണമെങ്കിൽ again for maximum discharge, first derivative of discharge with respect to y should be 0. ഏതൊരു പാരാമീറ്ററും അതിൻ്റെ മിനിമം അല്ലെങ്കിൽ മാക്സിമം നമുക്ക് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കണം, 0 ആയിരിക്കണം.
ഓക്കെ, അപ്പോൾ ഇവിടെയും അത് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്കൊന്ന് എടുത്തു നോക്കിയാലോ. ഫസ്റ്റ് ഡെറിവേറ്റീവ് എങ്ങനെ വരിക? ഡി ക്യൂ ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പം റൂട്ട് ഓഫ് 2g ഇൻറ്റു ഇ മൈനസ് വൈ ഫസ്റ്റ് ടേം എടുത്തു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു വൈ മൈനസ്, സോറി അഗൈൻ ഇത് പ്ലസ് ഇട്ടോ കുഴപ്പമൊന്നുമില്ല, പിന്നീട് അത് മൈനസ് ആയിക്കോളൂ, എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2g സ്ക്വയർ റൂട്ട് ഓഫ് 2g ഇൻറ്റു ഇ മൈനസ് വൈ ആണ് വരിക. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുക മൈനസ് ഓഫ് 1 ബൈ റൂട്ട് ഓഫ് 2g ഇൻറ്റു ഇ മൈനസ് വൈ എന്ന് കിട്ടും. ഇനി 2g വൈയുടെ ഡെറിവേറ്റീവായ മൈനസ് 2g മുകളിലോട്ട് പോകും, 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് ഇവിടെ ബാക്കിയുള്ളത് g മാത്രമായി വരും. ചെയ്ത് നോക്കിക്കൂടാ, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 0 ആയിട്ട് വരും. അഗെയിൻ ഇഫ് ഐ സിംപ്ലിഫൈ ഇറ്റ്, നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 2g ഇൻറ്റു ഇ മൈനസ് വൈ ഇൻറ്റു ഡി എ ബൈ ഡി വൈ, ദിസ് ഈസ് ഈക്വൽ ടു ജി എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2g ഇൻറ്റു ഇ മൈനസ് വൈ എന്ന് വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2g ഇൻറ്റു ഇ മൈനസ് വൈ വരും, ഇൻറ്റു ഡി എ ബൈ ഡി വൈ നമ്മൾ നേരത്തെ കണ്ടു, എന്താണത്? ടി ആണ്. ദിസ് ഈസ് ഈക്വൽ ടു ജി എ എന്ന് വരും. ഓക്കെ, ഇനി 2g ഇൻറ്റു ഇ മൈനസ് വൈ എന്താണ്? 2g ഇൻറ്റു ഇ മൈനസ് വൈ എന്താണെന്നൊന്ന് നോക്കാം. അപ്പോൾ 2g ഇൻറ്റു ഇ മൈനസ് വൈ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. നമുക്ക് ഈ ഇക്വേഷന് ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു 2g ഇൻറ്റു ഇ മൈനസ് വൈ ആണ് അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ 2g ഇൻറ്റു ഇ മൈനസ് വൈ എന്താണ്? ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് വിൽ ബിക്കം 2g ഇൻറ്റു ഇ മൈനസ് വൈക്ക് പകരം ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു ജി എ എന്ന് വരും. ഇതെല്ലാം ഒരേ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് ഈക്വൽ ടു 1. ഇതന്നെയല്ലേ ഫസ്റ്റ് നമ്മൾ എടുത്ത കണ്ടീഷൻ. അപ്പം ക്യൂ കോൺസ്റ്റന്റ് ആയിട്ടായാലും വേരിയബിൾ ആയിട്ടായാലും ചെയ്തു കഴിഞ്ഞാലും ക്രിട്ടിക്കൽ ഫ്ലോവിന്റെ കണ്ടീഷൻ എന്താണ്? ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടലി ഇന്നത്തെ കോൺസെപ്റ്റ്സ് ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞു. നമ്മൾ ഓൾ ടുഗദർ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ കണ്ടത്? നമ്മളിവിടെ കണ്ട ഡീറ്റെയിൽസ് ഫസ്റ്റ് നമ്മൾ ഇ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് വി സ്ക്വയർ ബൈ 2g കണ്ടു. അതിനുശേഷം നമ്മൾ ദിസ് ഈസ് എ സമ്മേഷൻ ഓഫ് ഇ പി പ്ലസ് ഇ കെ എന്ന് കണ്ടു. അതിനുശേഷം നമ്മൾ അഗെയിൻ ഇ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് ക്യൂ സ്ക്വയർ ബൈ 2g എ സ്ക്വയർ കണ്ടു. അഗെയിൻ അത് നമ്മൾ എന്ത് ചെയ്തു? വൈ ഈക്വൽ ടു y പ്ലസ് 2g ഇൻറ്റു ബി സ്ക്വയർ വൈ സ്ക്വയർ കണ്ടു. അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? y പ്ലസ് ക്യൂ സ്ക്വയർ ബൈ 2g വൈ സ്ക്വയർ കണ്ടു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് കണ്ടു? വാട്ട് ഈസ് ഇ മിനിമം കണ്ടു. അതിന് കറസ്പോണ്ടിംഗ്ലി വാട്ട് ഈസ് വൈ സി ക്രിട്ടിക്കൽ ഡെപ്ത് കണ്ടു. അതിനുശേഷം നമ്മൾ ഫോർ എ കോൺസ്റ്റന്റ് സ്പെസിഫിക് എനർജി കറസ്പോണ്ടിംഗ്ലി വി വിൽ ഹാവ് 2 ഡെപ്ത്സ് എന്ന് പറഞ്ഞു. ആ ഡെപ്തിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഓൾട്ടർനേറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി സ്പെസിഫിക് എനർജി മിനിമം ആകുമ്പോൾ അതിനുള്ള കറസ്പോണ്ടിങ് ഡെപ്ത് ക്രിട്ടിക്കൽ ഡെപ്ത് ആണെന്ന് പറഞ്ഞു. കറസ്പോണ്ടിങ് ഡെപ്ത് ക്രിട്ടിക്കൽ വെലോസിറ്റി ആണെന്ന് പറഞ്ഞു. അതേ മിനിമം സ്പെസിഫിക് എനർജി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഫ്ലോയുടെ കണ്ടീഷൻ ഡിറൈവ് ചെയ്തു. ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് ഈക്വൽ ടു 1 എന്ന് ഡിറൈവ് ചെയ്തു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വി വിൽ ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ വി സി വൈ സി ആൻഡ് ഇ മിനിമം ആൻഡ് ദെൻ വി വിൽ സീ ദ ഡിസ്ചാർജ് ഡയഗ്രാം. അപ്പോൾ ഇത് തറോ ആക്കുക, നല്ല രീതിയിൽ മനസ്സിലാക്കുക, റിപ്പീറ്റഡ് ആയിട്ട് കാണുക, മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക.